രമേഷ് പിഷാരടി റോക്ഡ്, അഖിൽ മാരാർ ഷോക്ഡ്. ഇന്ന് ലിറ്ററലി ഞാൻ സോഷ്യൽ മീഡിയ തുറന്നപ്പോൾ കണ്ടത്, പിക്ചറിലേ ഇല്ലാത്ത രമേഷ് പിഷാരടിയെ പെട്ടെന്നൊരു ഹീറോ പരിവേഷത്തിലേക്ക് പാലക്കാടും മൊത്തം കേരളത്തിലും ഒരു ചർച്ചയിലേക്ക് എത്തി എന്നുള്ളതാണ്. അതിൻ്റെ മെയിൻ റീസണാണ് അഖിൽ മാരാർ ആൻഡ് തോമസ് ഐസക്. ഈ ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങുക, അല്ലെങ്കിൽ കറക്റ്റ് ടൈമിൽ കറക്റ്റ് മീറ്ററിൽ വളരെ മെച്യൂറായിട്ട് കാര്യങ്ങൾ പറയുക എന്നുള്ള ഒരു സാധനമുണ്ട്. അത് ഇന്ന് രമേഷ് പിഷാരടി ഡെലിവർ ചെയ്തു. ഇത് കാരണം ഒരു ഇൻസൈഡ് ഔട്ട് ചാൻസ് ഇങ്ങനെ ഉണ്ട് ഇല്ല എന്നുള്ള രീതിക്ക് ചിലപ്പോൾ എങ്ങാനും ബിരിയാണി കൊടുത്താലോ പാലക്കാട് എന്ന് പറഞ്ഞ ആ ഒരു കൈൻഡ് ഓഫ് നൃത്തമായിരുന്നു രമേഷ് പിഷാരടിക്ക് ഉണ്ടായിരുന്നത്. ബട്ട് ഇനി ആഫ്റ്റർ ടുഡേയ്സ് ദിസ് സോഷ്യൽ മീഡിയ ബൂം, ഈ ചങ്ങായി ചിലപ്പോൾ കയറിപ്പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് രാഷ്ട്രീയ കേരളത്തിൽ നടന്ന കുറേയധികം കാര്യങ്ങൾ നോക്കാം. നമുക്ക് തുടക്കം തന്നെ അഖിൽ മാരാർ വെച്ച കോളത്ത് അത് രമേഷ് പിഷാരടി ഏറ്റി പിടിച്ചതൊക്കെ ആയിട്ട് ആ കണ്ടന്റിൽ നിന്ന് തുടങ്ങാം. കമോൺ, ചെസ് നമ്പർ 1 അഖിൽ മാരാർ. ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ രമേഷ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കിയത് രമേഷ് പിഷാരടി ഈ കഴിഞ്ഞ 50 വർഷമായിട്ട് നാട്ടിലിറങ്ങി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണോ? അത് സിനിമയിൽ അഭിനയിക്കുന്ന ആൾ കാശുണ്ടാക്കുന്നു, അയാൾ ലക്ഷറി ലൈഫ് ജീവിക്കുന്നു, അയാൾ ഇടയ്ക്കിടയ്ക്ക് ചാനലിൽ വന്നിരുന്നിട്ട് കോൺഗ്രസിൻ്റെ വേദിയിൽ വന്ന് പങ്കെടുക്കുന്നു, അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു സഹയാത്രികൻ എന്ന നിലയിൽ പുള്ളിയെ അവിടെ മത്സരിപ്പിക്കുന്നു. അല്ലാതെ പുള്ളി നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടാണ്? പുള്ളിക്ക് എന്തെങ്കിലും കേസുണ്ടോ? പുള്ളി ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇറങ്ങി ഈ നാട്ടിലൊരു പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടോ? അപ്പോൾ ഈ ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത്, അങ്ങനെയുള്ള ആൾക്കാരോട് ചോദിക്കണം. അത് ശരി. ഇപ്പം ഈ പറഞ്ഞ അഖിൽ മാരാരുടെ പാർട്ടിയായ ടൊണ്ടയിൽ ഈ അടുത്ത് കുറച്ച് പേരൊക്കെ കൊടുത്ത് നിർത്തിയല്ലോ. അവരൊക്കെ ഈ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ടും നാടിന് എന്തെങ്കിലും നന്മ വരാൻ വേണ്ടി റോഡിലിരുന്ന് ചെയ് വിളിച്ചിട്ടും അങ്ങനെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ ആയിരുന്നു വെച്ചത്. ഓക്കെ, അഖിലിൻ്റെ കേസ് പിന്നെയും രാഷ്ട്രീയം എന്ന് പറഞ്ഞൊരു ആസ്പെക്റ്റ് അഖിലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയാം. പക്ഷെ അഖിലിൻ്റെ പാർട്ടി അടക്കം ഈ പറഞ്ഞ എന്താ പറയുക തേർഡ് റേറ്റ് ഗിമിക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ എന്ത് കാരണം കൊണ്ടാണാവോ ഇങ്ങനൊരു ചോദ്യം എന്നുള്ളത് അഖിലിനോട് ആളുകൾ ചോദിക്കുമ്പോൾ അഖിൽ അതിന് എന്താ പറയുക കറക്റ്റ് ഉത്തരം കൊടുക്കാൻ പറ്റണം. പിന്നെ സിനിമാക്കാർ ഈ പറഞ്ഞ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനെ കുറിച്ച് അഖിൽ ഇതിന് മുമ്പ് ഒരു വട്ടം സംസാരിച്ചിട്ടുണ്ടല്ലോ. സിനിമയിൽ നിന്ന് ഒരാൾക്ക് പേരും പ്രശസ്തിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് ആവശ്യത്തിന് പണമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അയാളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ചിന്തയാണ്, എനിക്ക് ഇനിയുള്ള കാലം ഇന്നലെ വരെ എന്നെ ഇഷ്ടപ്പെട്ട ജനതയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയിൽ നിന്നുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങി വരുന്നത്. ഞാനൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. ഞാൻ പിന്നെ പണ്ടേ അങ്ങനെയാണ്. അങ്ങനെ ഇരിക്കുന്നു. അഖിൽ നേരത്തെ പറഞ്ഞത് എന്താ, സിനിമാക്കാരന് രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്. ഇപ്പം അഖിൽ പറഞ്ഞത് എന്താ, സിനിമാക്കാരനാകുമ്പോൾ കുറച്ചു കാലം സിനിമയിലൊക്കെ അഭിനയിച്ചു, ഇനി നാട്ടുകാരെ സേവിക്കണം തോന്നി, അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി എന്താ പ്രശ്നം? ഇതാണ് അഖിലിൻ്റെ വിഷയം. അല്ലാതെ മീഡിയ കട്ട് ചെയ്ത് അവിടുന്ന് എടുത്ത് ഇവിടെ കൊടുക്കുന്നതോ അങ്ങനത്തെ എന്താ പറയുക മീഡിയ മാനിപ്പുലേഷൻസ് ഒന്നും അല്ല അഖിലിൻ്റെ കേസിൽ നടക്കുന്നത്. ഒരു 99% അഖിൽ ഇപ്പോൾ അഖിലിനോട് ചോദിച്ചാൽ പറയുന്നത് ഇതായിരിക്കും, വാക്കല്ലേ അല്ലെങ്കിൽ നിലപാടല്ലേ, ഇതല്ലേ മാറ്റാൻ പറ്റൂ, അങ്ങനെയൊക്കെ പറയുമായിരിക്കും. ബട്ട് സ്റ്റിൽ രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്ക് ക്രെഡിബിലിറ്റി, രാഷ്ട്രീയക്കാരൻ എന്നല്ല മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് തന്നെ പറഞ്ഞ വാക്കാവണം. നമ്മളെ അടിയുറച്ച് നിൽക്കുന്ന ആശയങ്ങളിൽ ഉറച്ച് നിൽക്കാൻ പറ്റണം. അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിൽ കുറേ സോഷ്യൽ മീഡിയ ഓഡിറ്റിങ് നടക്കുന്ന സമയത്ത് ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞ വാക്കിൽ ഉറച്ച് നിൽക്കുക എന്നുള്ളൊരു കാര്യം ഭയങ്കര ക്രെഡിബിലിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സീനാണ്. ആ സീനിലൊന്നും അഖിലിനെ പെടുത്താൻ പറ്റുന്നില്ല ആർക്കും. അതൊരു വലിയ വിഷയമാണ്. ഓക്കെ ഒരു 10% 20% മീഡിയ മാനിപ്പുലേഷൻസ് കാണും. പക്ഷെ അഖിലിൻ്റെ കേസിൽ അതിൻ്റെ ഒരു സ്പേസും കൂടി വളരെ കമ്മിയാണെന്നുള്ളത് അഖിൽ പേഴ്സണലി മനസ്സിലാക്കി പറയുന്ന കാര്യങ്ങളുടെ വേരിയേഷൻസ് ഒന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് ബെറ്റർ ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ബൈ ദ വേ, കഴിഞ്ഞ ദിവസം ഈ വയനാട് അഖിൽ വീട് കൊടുക്കാമെന്ന് പറഞ്ഞ കേസിൽ ഞാൻ സംസാരിച്ച സമയത്ത് അഖിൽ എന്നോട് പേഴ്സണലി വിളിച്ച് ഈ വയനാടിൻ്റെ സീന് ഒന്ന് കുറച്ച് ഇലാബറേറ്റ് ചെയ്ത് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അഖിൽ വയനാട്ടിൽ വീട് കൊടുക്കാത്തത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ വയനാട്ടിൽ എന്തുകൊണ്ട് അഖിലിന് വീട് കൊടുക്കാൻ സാധിക്കാഞ്ഞതോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്നോട് സംസാരിക്കാമെന്നും ഇരിക്കാമെന്നും അത് നിങ്ങളിലേക്ക് എത്തിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വരും ദിവസങ്ങളിൽ അത് ആ ഒരു വിഷയം റിലേറ്റഡ് ടു ദിസ് വയനാട് വീട് എനിക്ക് നിങ്ങളിലേക്ക്
അഖിൽ ത്രൂ തന്നെ എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കൂടുതലായിട്ട് ഞാൻ അഖിലിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, അഖിലിന് പറയാനുള്ള ഉത്തരങ്ങൾ പറയാം. ആ ഒരു സാധനം ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അടുത്തത് രമേഷ് പിഷാരടിയുടെ റിപ്ലൈ കേൾക്കണ്ടേ? രമേഷ് പിഷാരടി 0-ൽ നിന്ന് ഹീറോ ആയ റിപ്ലൈ നിങ്ങൾക്ക് കേൾക്കാം. ബിഗ് ബോസ് താരം അഖിൽ മാരാർ ഇന്ത്യയുടെ ഭാഗമായ അഖിൽ മാരാർ ഇതുപോലെ ഈ അഖിലിന്റെ ഒക്കെ കാര്യത്തിൽ അഖിൽ എന്നെ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല, ചിലപ്പോൾ എന്നേക്കാൾ ഇളയ ഒരാളായിരിക്കും. അഖിൽ പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തായാലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റില്ല. എന്തായാലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ടുണ്ട്, അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരുത്തി പറയും. ഇപ്പം ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും, അതിന് നിങ്ങളാരും മറുപടി ഒന്നും പറയാൻ നിൽക്കേണ്ടില്ല. ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പം നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിൻ്റെ ശേഷം ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കുക. അതിനൊക്കെ നമ്മൾ സമയം പറയേണ്ട. അഖിൽമാൻ ഇതിലും വലിയൊരു ഊക്ക് ഇനി കിട്ടാനില്ല. ഇത് ഈ ഒരു വേരിയേഷൻ അഖിലിന് ഉള്ളതാണ്. ഓക്കെ, ഇനി ഈ വേരിയേഷൻ മനസ്സിലായില്ലെങ്കിൽ ഇത് അഖിൽ കാണാനും മനസ്സിലാക്കാനും വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, 1-2 ഐറ്റം കൂടി ഞാൻ വെച്ച് തരാം. അഖിൽ കുറച്ച് ആൾക്കാർ കൂടിയ ടൈമിൽ പറഞ്ഞൊരു കാര്യം ഞാനിവിടെ വെക്കുന്നുണ്ട്. അഖിലിൻ്റെ പ്രചരണത്തിനിടയിൽ തന്നെ ജാഥയിനിടയിൽ തന്നെ പറഞ്ഞൊരു സാധനമാണ്. മെയ് 4-ന് ശേഷം നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് മോദിജിയോട് പറയാം, പിടിച്ചോ മോദിജി, ഇതാ ഞങ്ങളുടെ തൃക്കാക്കരായിരുന്നു. അപ്പോ ഭാരത് മാതാ കീ ജയ്. മോദിജിക്ക് തൃക്കാക്കര പിടിക്കാൻ കൊടുക്കുന്നതിന് മുമ്പ് ഇതേ മോദിജിയെയും ഇതേ BJPയെ കുറിച്ച് അഖിൽ പറഞ്ഞത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. BJPയുടെ വളർച്ചയോട് കൂടിയിട്ടാണ് ഈ രാജ്യത്ത് ഭീകരമായ വിഭാഗീയത സൃഷ്ടിക്കപ്പെട്ടത്. ഭീകരമായ വിഭാഗീയത. അപ്പം അതായത് ഇപ്പം BJPക്കാർ പോയിട്ട് മുസ്ലിം സമുദായത്തെ ഇല്ലാതാക്കുമെന്നോ അവരെ കൊല്ലുമെന്നോ എന്നുള്ളതൊന്നുമല്ല. പക്ഷെ 2 പേർ തമ്മിൽ കാണുമ്പോൾ സംശയത്തിൻ്റെ കണ്ണോട് കൂടിയിട്ട് നോക്കാൻ തുടങ്ങും. ഇവിടെ ഒരു അഖിൽ മാരാരും ഒരു മുഹമ്മദ് ഷഫീഖും കൂടെ തമ്മിൽ കണ്ടാൽ പരസ്പരം കൈ കൊടുക്കുമ്പോൾ പേര് പറഞ്ഞു കഴിയുമ്പോൾ ശരിടാ കാണാം എന്ന് തോന്നിപ്പിക്കത്ത കാലം യവൻ സുഡാപ്പിയാണോ, സംശയം യവൻ സംഖ്യയാണോ, കുറി ഇട്ടിട്ടുണ്ടല്ലോ, യവന്റെ നെറ്റി തഴമ്പുണ്ടല്ലോ, ഇവൻ താടി വളർത്തിയിട്ടുണ്ടല്ലോ. ഇത് ഭയങ്കരമായിട്ട് സൃഷ്ടിച്ചത് BJPയാണ്. അത് ശരി. അപ്പോൾ ഈ BJPൻ്റെ കയ്യിലേക്കും മോദീൻ്റെ കയ്യിലേക്കുമാണ് തൃക്കാക്കര അഖിൽ കൊടുക്കാൻ പോകുന്നത്. ഇതൊക്കെ തന്നെയാണ് അഖിലെ നാട്ടുകാർ പറയുന്ന പ്രശ്നം. മനസ്സിലായോ? അപ്പം ഇങ്ങനത്തെ ഒരു ചെറിയ സീൻ അതിനകത്തുണ്ട്. അതുകൊണ്ട് രമേഷ് പിഷാരടി സ്കോർ എത്രയാണ്? 1-0 അല്ലേ? രമേഷ് പിഷാരടി 1, അഖിൽ മാരാർ 0. തോമസ് ഐസക് ജനങ്ങൾക്ക് അംഗീകാരമുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ട് ഇങ്ങനെയൊക്കെ കോമാളി വേഷം കെട്ടി നടക്കുന്ന നടന്മാരെയൊക്കെ പിടിച്ച് ഒരു ദിവസം കൊണ്ടേ വെച്ചിട്ട് അയ്യോ ഞങ്ങൾക്ക് വോട്ട് കിട്ടുന്നില്ല, ഞങ്ങളുടെ വോട്ട് LDF ഭിന്നിപ്പിക്കാൻ പോണെന്ന് പറഞ്ഞാൽ വല്ല കാര്യം. തോമസ് ഐസക്കേ ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം മനുഷ്യന് വേണം. മനസ്സിലായോ? താങ്കളുടെ പാർട്ടി തന്നെയാണ് കോമാളികളായി സിനിമയിൽ അഭിനയിക്കുന്ന പല കൊമേഡിയൻസിനെയും, കോമാളി എന്ന് പറഞ്ഞൊരു മോശം വാക്കായിട്ടൊന്നും ഇനി കാണണ്ട, അങ്ങനെ ഒരു കോമാളി വേഷം കെട്ടി ആളുകളെ രസിപ്പിച്ച് ചിരിപ്പിച്ച് കോമഡി പറഞ്ഞ് നടക്കുന്ന പല പ്രമുഖ നടന്മാർ, ഞാൻ ഈ പേരൊന്നും എടുത്ത് പറയുന്നില്ല, പലരും മരിച്ചു പോയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ കൊണ്ടുവന്നത് നിങ്ങളെ പാർട്ടിയാണ്. മനസ്സിലായോ? അപ്പോൾ പിന്നെ രമേഷ് പിഷാരടീനെ കാണുമ്പോൾ ഒരു കോമാളിയെ കൊണ്ടുവന്നു എന്നൊക്കെ പറയുമ്പോൾ തിരിച്ച് നാട്ടുകാർ ചോദിക്കും, അവരൊരു കോമാളിയെ കൊണ്ടുവന്നു, അപ്പുറത്തൊരു ബിരിയാണി വെപ്പുകാരനെയാണോ കൊണ്ടുവന്നതെന്ന് ചോദിക്കും. ബിരിയാണി മോശമൊന്നുമല്ല. അപ്പോൾ ഇമാതിരി ചോദ്യങ്ങൾക്കൊക്കെ ഒരു വഴി കൊടുക്കേണ്ട കാര്യം ഈ വയസ്സാം കാലത്ത് ഐസക്കിനുണ്ടോ? നാട്ടുകാർ ചൊറിഞ്ഞിട്ട് പോവും. പഴയ പോലെയല്ല. അടിമകളാണെങ്കിലും വരെ അവർക്ക് 10 പറയണം തോന്നിപ്പോകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. സത്യത്തിൽ LDFൻ്റെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരുമാതിരി വൃദ്ധസാധനത്തേക്ക് നോക്കിയ എഫക്റ്റാണ്. അത് പൊതുവെ കമ്മി ബെൽറ്റിനകത്ത് തന്നെ കിടന്ന് കളിക്കുന്ന കുറച്ച് വർത്തമാനങ്ങളാണ്. പക്ഷെ അതൊരു സ്ട്രാറ്റജി കൂടിയാണ്. കാരണം ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയെടുക്കണമെങ്കിൽ യൂത്ത് വേണം. അപ്പോൾ ആ യൂത്തിനെ ഗ്രൗണ്ടിലും മറ്റേ മെയിൻ ആൾക്കാരൊക്കെ ഇലക്ഷന് വേണ്ടി കാൻഡിഡേറ്റ്സ് ആയിട്ടും എന്നുള്ള സ്ട്രാറ്റജിയൊക്കെ ആയിരിക്കാം. എക്സ്പീരിയൻസ് ബേറ്റേഴ്സ് എന്നൊക്കെ പറയുമായിരിക്കും ഇനി ലാസ്റ്റ് ചിലപ്പോൾ. ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ ഇതൊരുമാതിരി വർത്താനമായിപ്പോയി.
ഇതിലും സ്കോർ ചെയ്തു ആര്? രമേഷ് പിഷാരടി. ഈ ഫുഡൊന്നും ഇല്ലാത്തൊരു രമേഷ് പിഷാരടി നിങ്ങൾ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് സ്കോർ ചെയ്യാൻ വിട്ടുകൊടുത്തല്ലോ മക്കളെ. ഞാൻ ഇന്നലെ നല്ല പ്രചരണത്തിന്റെ തിരക്കിലായിരുന്നു. ഏകദേശം രാത്രി റൂമിലെത്തിയ ശേഷമാണ് അദ്ദേഹത്തെ പോലൊരു സീനിയർ നേതാവ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയെന്നറിഞ്ഞത്. എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്, എന്നേക്കാൾ മുതിർന്ന ഒരാളാണ്. അദ്ദേഹത്തിനോട് അങ്ങനെ ഒപ്പത്തിനൊപ്പം നിന്ന് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ അനാവശ്യമായ പരാമർശങ്ങൾ നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എൻ്റെ കയ്യിൽ നിന്ന് നേരിട്ടൊരു മറുപടി കൊടുക്കുന്നില്ല. ബഹുമാനം, സ്നേഹം മാത്രം. മാധ്യമങ്ങൾ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ എന്നുള്ള നിലയിൽ ആ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ കോൺഗ്രസ് ഭരിച്ച ഒരു ഇന്ത്യ അത്തരത്തിലുള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും നേരത്തെ കൊടുത്തിട്ടുണ്ട്. ആരെ പറ്റിയും അങ്ങനെയൊക്കെ പരാമർശങ്ങൾ നടത്താനുള്ളൊരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നമ്മുടെ നാടാണ്. അതുകൊണ്ട് തന്നെ ആ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അദ്ദേഹം അത് പറഞ്ഞോട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമൊന്നുമില്ല. ആ സ്വാതന്ത്ര്യം താങ്കൾക്കും ഉണ്ടല്ലോ തിരിച്ചത്തരത്തില്. എനിക്ക് സംസ്കാരം കൂടി ഉണ്ട്, സ്വാതന്ത്ര്യം മാത്രമല്ല ഉള്ളത്. അതുകൊണ്ട് ഈ സംസ്കാരം സമരം ചെയ്താൽ കിട്ടുന്നൊരു കാര്യമല്ല, അത് എളുപ്പത്തിൽ കിട്ടൂല. അപ്പോൾ ഇത്രയും നാടക കലാകാരന്മാർ, KPSC പോലെയൊക്കെയുള്ള ട്രൂപ്പുകളിലെ കലാകാരന്മാർ മൈക്ക് പോലും ഇല്ലാത്തൊരു കാലത്ത് ഒരുപാട് ഉത്സവപ്പറമ്പുകളിൽ പരിപാടികൾ അവതരിപ്പിച്ച് നാടകം നടത്തിയുമെല്ലാം ആ പ്രസ്ഥാനത്തെ അത്രയും മുന്നിലേക്ക് കൊണ്ടുവന്ന ശേഷം ഇവർക്ക് എന്നു മുതലാണ് കലയും കലാകാരനുമൊക്കെ ഇത്രയും കാണാൻ വയ്യാത്ത ആളാകുന്നത്? അത് അവനവനോടൊപ്പം നിൽക്കാത്ത എല്ലാവരും വെറുക്കപ്പെടേണ്ടതാണ് എന്നുള്ളൊരു പ്രത്യയശാസ്ത്രം ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സത്യത്തിൽ. കാരണം ഞാൻ ഒരു 26 വർഷം 3000 സ്റ്റേജുകൾ, 3000-ൽ കൂടുതൽ ടെലിവിഷൻ പരിപാടികൾ, 50-ലധികം സിനിമകളിൽ അഭിനയിച്ചു, 2 സിനിമ എഴുതി സംവിധാനം ചെയ്തു. ഇതെല്ലാം ഏറ്റവും സഭ്യമായും മാന്യമായും ആവശ്യമില്ലാത്ത വൃത്തികേടുകൾ പറയാതെയും ഇത്രയും കാലം ഇവിടുത്തെ കുടുംബ സദസ്സുകളുടെ മുന്നിൽ വളരെ മാന്യമായിട്ട് നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അതേ മാന്യത എനിക്ക് രാഷ്ട്രീയത്തിൽ ഉണ്ടാകണമെന്നും അതേ മാന്യത എന്നിൽ നിന്ന് രാഷ്ട്രീയത്തിൽ തുടരണമെന്നും വരുന്ന തലമുറ നമ്മളെ കാണുമ്പോൾ ഇതൊരു മോശം ഇടമാണ് എന്ന് തോന്നാത്ത രീതിയിൽ ഏറ്റവും സരസമായി നിൽക്കണമെന്നും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടാണ് രാഷ്ട്രീയത്തിലേക്കും കൂടെ ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ ഒപ്പത്തിനൊപ്പം ഒന്നും പറയുന്നില്ല. അത് രമേഷ് പിഷാരടിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഇവിടുത്തെ കമ്മികൾക്ക് ഇപ്പോൾ വേടനെ പോലെയുള്ള ക്യാരക്ടേഴ്സിനെയാണ് കൂടുതൽ താല്പര്യം. കുറച്ച് കഞ്ചാവ് അടിയണം, കുറച്ച് പെണ്ണ് കേസ് വേണം, മനസ്സിലായോ? അങ്ങനത്തെയൊക്കെ ടീംസിനെയാണ് ഈ പൊക്കി പിടിച്ച് വേദിയും കൊടുത്ത് നടക്കും. അവരൊന്നും കോമാളികളല്ല. അവരൊക്കെ കറുപ്പിൻ്റെ രാഷ്ട്രീയം പറയുന്ന, അടിമത്വത്തിൻ്റെ രാഷ്ട്രീയം പറയുന്ന ന്യൂജൻ സൂപ്പർ ഹീറോസാണ്, മനസ്സിലായോ? അത് കലാകാരനാണ്. അവരുടെ കലയും കൊലയും ഒക്കെ ഭയങ്കര താല്പര്യമാണ് ഇവിടുത്തെ കമ്മികൾക്ക്. അതുകൊണ്ട് വലിയ വിഷയമല്ല. അങ്ങനെ റാപ്പ് പാടുമോ പിഷാരടി? എൻ്റെ നേരം കറുപ്പ്, ഞാനൊരു കമ്മി, അങ്ങനെയൊക്കെ പാടിയാലൊക്കെ ഓക്കെയാണ്, മനസ്സിലായില്ലേ? അല്ലാതെ എന്ത് പറയാനാ? ഇത് അയ്യോ ഒന്നുമില്ല. എന്തായാലും മാപ്പ് വന്നിരുന്നു, മാപ്പൊന്ന് കേൾക്കാം. പാലക്കാട് LDF ഉണ്ടാക്കിയിട്ടുള്ള ഏതോ ഡീലിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അതിന് വിശദീകരണം നൽകുന്ന വേളയിൽ കോമാളി എന്നൊരു പ്രയോഗം ഞാൻ നടത്തി. അത് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിക്ക് മനോവിഷമം ഉണ്ടാക്കിയതിൽ എനിക്ക് ഖേദമുണ്ട്. അത് പറയാനുള്ളൊരു ഇതെങ്കിലും കാണിച്ചല്ലോ, നന്നായി. തോമസ് ഐസക്കിന് അത് പറ്റി. ഏത് ഖേദം പ്രകടിപ്പിക്കാൻ പറ്റി. ഇവിടുത്തെ തമ്പുരാനാണ് നമ്മളെ പിണറായി വിജയനാണെന്നുണ്ടെങ്കിൽ തീർന്നു. ഇന്നിപ്പോൾ ഏതോരുത്തിനോട് വീട്ടിൽ പോയിട്ട് എന്തോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് നാളെ പറയാം. അതൊരു വേറെ കണ്ടന്റ് ആക്കാനുള്ളതാണ്. സുജിത് ഭക്തൻ അങ്ങനത്തെ കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ച്, യൂട്യൂബേഴ്സിനെയും മീഡിയാസിനെയൊക്കെ വിളിച്ച് ഒരു സൈഡിൽ എങ്ങനെയെങ്കിലും ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ നോക്കുകയാണ് ഇയാളെ പാർട്ടി PR. ചേങ്ങായി വിടൂ, ചേങ്ങായി വീണ്ടും വീണ്ടും തനി സ്വരൂപം പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. അഖിൽമാരെ തീർന്നിട്ടില്ല. ഈ രമേഷ് പിഷാരടി പറഞ്ഞതിന് അഖിൽമാരെ കൊടുത്ത റിപ്ലൈ കേൾക്കണ്ടേ? എല്ലാ ദിവസവും ഒരു കാര്യം തന്നെ നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത് പ്രാക്ടിക്കലി നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിക്കുകയായിരുന്നില്ല. മറിച്ച് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ 2020 എന്ന ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയിൽ സിനിമയിൽ നിന്നുള്ളവരും സീരിയലിൽ നിന്നുള്ളവരും ഒക്കെ സ്ഥാനാർത്ഥികളായി മാറുന്നൊരു സാഹചര്യം വന്നു. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ വലിയ രീതിയിൽ അത് പരിഹാസ്യ രൂപേണ പല ആൾക്കാരും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും കൊണ്ടാടുന്നത് കണ്ടു. വ്യക്തിപരമായിട്ട് ഇപ്പം ബിഗ് ബോസ് വിജയായി അഖിൽമാരാർക്ക് മത്സരിക്കാൻ എന്താണ് യോഗ്യത എന്നും ചോദിച്ചുകൊണ്ട് ധാരാളം പേർ പറയുന്നത് കണ്ടു. അപ്പം ഞാൻ ആ പല ചോദ്യങ്ങൾക്കും പല ആൾക്കാരുടെ ചർച്ചകൾക്കും ഒരു മറുപടി എന്നോണം ഞാൻ പറഞ്ഞതാണ്. എന്താണ് അങ്ങനെയാണെങ്കിൽ രമേഷ് പിഷാരടിയുടെ യോഗ്യത, ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞതാണ്, അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല.
പിന്നെ അദ്ദേഹം വ്യക്തിപരമായിട്ട് ഇപ്പം ഇന്ന് പറഞ്ഞതാണ് നാളെ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്താണ്, ഏതാണ്, എങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാം. ഞാൻ വളരെ കൃത്യമായിട്ട് ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെയും ഒരുപാട് നേതാക്കന്മാർ പിണറായി വിജയൻ പോലീസിൻ്റെ അടികൊണ്ടും നിരവധി മർദ്ദനങ്ങൾ ഏറ്റിട്ടും ജീവിതം തന്നെ ഇല്ലാതാകുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് രമേശ് പിഷാരടി ചെയ്തത്? അദ്ദേഹം ഒരു കോൺഗ്രസ് സീറ്റിൽ വന്ന് മത്സരിക്കുമ്പോൾ അത് ഒരു ജനത്തെ സേവിക്കാനുള്ള തീരുമാനമാണോ, അതോ തൻ്റെ ജീവിതം കൂടുതൽ സുരക്ഷിതമാക്കാനുള്ളൊരു തീരുമാനമാണോ എന്ന ചിന്ത നിങ്ങൾക്കുണ്ടാകണമെന്നുള്ള ഒരു രൂപേണ പറഞ്ഞാണ്. ഇപ്പം ഞാനിപ്പോൾ മത്സരിക്കാൻ വരുന്നൊരു മണ്ഡലത്തെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് ഇവിടെ എല്ലാവരും പറയുന്നത് തൃക്കാക്കര UDFൻ്റെ ഉറച്ച കോട്ടയാണ്. അപ്പോൾ UDFൻ്റെ ഉറച്ച കോട്ട NDAക്ക് നേടിയെടുത്ത് കൊടുക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി ഞാൻ വരുമ്പോൾ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ ധർമ്മടത്ത് പിഷാരടി മത്സരിച്ചിരുന്നെങ്കിൽ ഞാൻ അഭിമാനപൂർവ്വം അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷനെ ഞാൻ സ്വീകരിച്ചേനെ. അപ്പം അതേസമയം തൃപ്പൂണിത്തറയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് UDFൻ്റെ സിറ്റിംഗ് സീറ്റാണ്, ഒന്നുകിൽ തൃപ്പൂണിത്തറ അല്ലെങ്കിൽ പാലക്കാട്. അപ്പോൾ പാർട്ടിയോട് ഡിമാൻഡ് ചെയ്ത് തൻ്റെ സുരക്ഷ ഉറപ്പാക്കാനാണ് ഒരു സുരക്ഷിത മണ്ഡലം തേടി ഇവരൊക്കെ പോകുന്നത്. അല്ലാതെ ജനത്തിനോട് കൂറുകൊണ്ടാണെന്നോ ജനങ്ങളോട് സ്നേഹം കൊണ്ടാണെന്നോ ഞാൻ കരുതുന്നില്ല എന്നത് ഭംഗ്യന്തരമാണ് ഞാൻ സൂചിപ്പിക്കാറുണ്ട്. അപ്പം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥികളുടെയും ഇൻറ്റൻഷനാണ് ജനം തിരിച്ചറിയേണ്ടത്. നാടിന് വേണ്ടി സേവിക്കാൻ വേണ്ടി മനസ്സ് മാറ്റിവെച്ചിട്ടുള്ള ധാരാളം പേർ പല മേഖലകളിലുണ്ട്. അപ്പോൾ അവരെ കണ്ടെത്തി രാഷ്ട്രീയ പാർട്ടിക്കാർ സീറ്റ് കൊടുക്കുമ്പോൾ അത് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത് സ്വന്തം പാർട്ടീൻ്റെ നേതാവായ സാബുവിനോടും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണം. അവിടുന്ന് പൊത്തലിരിക്കുന്ന 4-5 സെലിബ്രിറ്റീസിനെയും കൊണ്ടുവന്ന് ലാസ്റ്റ് അവർക്ക് വോട്ടും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ സൈഡ് പോയി, പിന്നെ എന്നിട്ട് വേറെ ആരൊക്കെയോ കൊണ്ടുവന്ന് അങ്ങനത്തെ ഒരു ഡീൽ രാഷ്ട്രീയം കളിച്ച സാബുവിനോട് ഇതൊന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും. പിന്നെ അഖിൽമാരാർ ഇപ്പോൾ 2020 പോയോണ്ടല്ലേ ഇവിടെ കോൺഗ്രസ്സിലാണ് ഇരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ഉറച്ച സിറ്റിംഗ് സീറ്റിൽ ഇരിക്കാനുള്ള താല്പര്യം തന്നെ അഖിൽമാരാരും കാണിക്കൂ. ഇതിപ്പോൾ കിട്ടിയത് ഇതാണ്, അപ്പം ഞാനവിടെ ഫൈറ്റ് ചെയ്തു, ഞാൻ പോരാളിയാവും എന്നുള്ളൊരു ഇത് പറഞ്ഞു വയ്ക്കാം. അപ്പം അഖിലിനാണെങ്കിലും അഖിലിനും ധർമ്മടത്ത് പോയിട്ട് അവിടെ പോയിട്ട് കാൻഡിഡേറ്റ് ആയിട്ട് നിന്നൂടായിരുന്നോ? അത് നിൽക്കഞ്ഞ് സ്വതന്ത്രനായിട്ട് നിൽക്കണം, അങ്ങനെ നിന്നൂടായിരുന്നു. അപ്പം അവനാലും ചെയ്യാൻ പറ്റും ഇതൊക്കെ, മനസ്സിലായില്ലേ? പിന്നെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം വിഷയമൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം എങ്ങനെ പറയാൻ പറ്റും അത് UDFൻ്റെ ഉറച്ച സീറ്റാണെന്നുള്ളത്? എനിക്ക് തോന്നുന്നില്ല, മനസ്സിലായോ? അത് അത്ര ഉറപ്പൊന്നും ഇല്ല ഇപ്പം അതിന്. പക്ഷെ ഇന്നത്തെ ഈ വിഷയങ്ങൾക്ക് ശേഷം കുറച്ച് ഉറപ്പ് വരുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. ഉറപ്പ് വരാനുള്ള ചാൻസും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത ആള് റോബിൻ രാധാകൃഷ്ണൻ. വേറെ കാര്യമുണ്ട്, ഞാൻ ആദ്യം വിചാരിച്ചത് അഖിൽ കുറച്ചും കൂടി ഒരു സോർട്ടഡ് മെച്യൂറായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്ത് പോകുന്നതാണ്. പക്ഷെ ഒരു ഓവർ PR എവിടേക്കോ അഖിലിൻ്റെ ഈ വഴിയിലൂടെ എന്തൊക്കെയോ ഒരു കല്ലുകടി വന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഈ വാളെടുത്ത് തുള്ളിയതല്ലാതെ റോബിൻ കുറച്ചും കൂടിയും കാര്യങ്ങൾ പറഞ്ഞ് എങ്ങനെ ലൈക്ക് കാര്യങ്ങൾ കുറച്ച് പറയുന്നുണ്ട്. ഓക്കെ, എവിടേക്കോ കുറച്ച് ക്ലാരിറ്റി തോന്നുന്നുണ്ട് ചില കാര്യങ്ങൾ ആട്ടറുള്ള അണ്ടറാണ്. ഇന്നിപ്പോൾ മോദിയെ കൊണ്ടുവരുന്നിട്ട് കേട്ടു. പാലക്കാട് രമേശ് പിഷാരടി മമ്മൂട്ടിനെ കൊണ്ടുവരും, റോബിൻ മോദിനെ കൊണ്ടുവരും. അത് ഇവർക്കൊന്നും വിശ്വാസമില്ല. ഇവരൊക്കെ ഈ ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ ഇവിടെയൊക്കെ മത്സരിക്കണേ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇൻ കേസ് നമ്മുടെ കുണ്ട്രയിൽ ഈ ഒരു ഇലക്ഷനിൽ NDA കാൻഡിഡേറ്റ് ആയിട്ടുള്ള ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ 90 ദിവസത്തിനകത്ത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്ര മോദിനെ കുണ്ട്രയിൽ കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, സോ പലരും ഡൗട്ടുണ്ടാവും കുണ്ട്രയിൽ വരുമെന്നുള്ളത്. ഉറപ്പായിട്ടും കൊണ്ടുവരും. വിജയിച്ചു കഴിഞ്ഞാൽ 90 ദിവസത്തിനകത്ത് കൊണ്ടുവരും. നമ്മുടെ നാട്ടിലെ ജനങ്ങളുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യിപ്പിക്കും, പ്രശ്നങ്ങൾ കേൾക്കും, പരിഹരിക്കാനുള്ള മാക്സിമം കാര്യങ്ങൾ ചെയ്യും. ഇത് ഞാൻ നോമിനേഷൻ കൊടുത്ത ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ കൊടുക്കുന്നൊരു വാക്കാണ്. ഓക്കെ, ഇനി ഇതിന് ട്രോൾ ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും. ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 90 ദിവസത്തിനകത്ത് കുണ്ട്രയിൽ, കൊല്ലത്തിലല്ല കുണ്ട്രയിൽ, നമ്മുടെ കൊല്ലം കുണ്ട്രയിൽ എൻ്റെ നിയോജക മണ്ഡലത്തിൽ കൊണ്ടുവന്നിരിക്കും. അത് ഞാൻ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു വാക്കാണ്. റോബിനെ, ഒന്നാമത് ഇത് പറയുമ്പോൾ ജയിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു ക്ലാരിറ്റി ഇല്ല. സാധാരണ ഒരു സ്ഥാനാർത്ഥി പറയുമ്പോൾ ഞാൻ ജയിക്കും, ഞാൻ ഇന്നാളെ കൊണ്ടുവരും, പിന്നെ തോറ്റതിന് ശേഷം പറയാം തോറ്റല്ലോ, ജയിച്ചാലെന്നല്ല ഞാൻ പറഞ്ഞേ തോറ്റല്ലോ, ഈ സ്കീമാ പറയുക. ഇതൊരു കോൺഫിഡൻസ് ഇല്ലാതെ ഞാൻ ജയിക്കുകയാണെങ്കിൽ കൊണ്ടുവരും,
ഇനി ഈ 10-15 കൊല്ലമായിട്ട് നിങ്ങൾ ഈ പറയുന്ന മോദിക്കാക്ക സാധാരണക്കാരെയും കണ്ടിട്ടില്ല, മീഡിയാസിനെയും കണ്ടിട്ടില്ല, പെയ്ഡ് മറ്റേ PR വർക്ക് ചെയ്യുന്ന കുറേ ടീംസിനെ കണ്ടു, അല്ലെങ്കിൽ അങ്ങോട്ട് പൈസ കൊടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരെ സെറ്റ്. എല്ലാം ഒരു PR ഗ്യാങ്, PR ബെൽറ്റിനെ മാത്രമാണ്. ഇവിടുത്തെ തമ്പുരാനേക്കാൾ വലിയ രാജാവാണല്ലോ അപ്പുറത്തിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെയുള്ള സാധനങ്ങളെ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഇന്ത്യേൻ്റെ പ്രൈം മിനിസ്റ്റർ വന്നിട്ട് കുണ്ട്രയിലെ നാട്ടുകാരെ പ്രശ്നം കേൾക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, പൊന്നു റോബിനെ, എൻ്റെ പൊന്നളിയാ, അത് വിട്. ഇനി അടുത്തൊരാളുണ്ട്, ഇത് ലോക കോമഡിയാണ്. ഇത് കേട്ടോ. എന്നെ ഏൽപ്പിക്കുക ഈ മണ്ഡലം, അത് മാത്രമേ ഉള്ളൂ. ഞാൻ കൂടെ ഉണ്ടാവും, നിങ്ങളുടെ കൂടെ ഉണ്ടാവും. വെറുതെ വാക്ക് പറയല്ല, എനിക്ക് രാഷ്ട്രീയം ഒന്നും അറിയില്ല. എന്നെ ഏൽപ്പിച്ച ഈ ദൗത്യം, എനിക്കും 2 പെൺകുട്ടികളാണ്. അപ്പൊ അവരുടെ ഭാവിക്ക് ഞാൻ നല്ലത് ചെയ്താൽ മാത്രമേ അവർക്കും ഒരു ഗുണം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. പറഞ്ഞാ മതി, എല്ലാവരും പറഞ്ഞാ മതി. വർക്കിലാണെങ്കിൽ കുഴപ്പമില്ല അല്ലേ? എൻ്റെ പൊന്നു ചേച്ചി, സംഗതി ശരിയാണ്. 2020 കുറച്ചധികം ആൾക്കാരെ നിർത്തി. പക്ഷേ ഞാൻ പറയട്ടെ, നമ്മളൊരു വോട്ട് ചോദിച്ച ഒരു സ്ഥലത്ത് ചെല്ലുകയാണ്, ഓക്കെ. ചെന്ന് കഴിയുമ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞ, ഒരു കോൺഫിഡൻസ് വേണം. ഇതിപ്പോൾ എന്താ പറഞ്ഞ മൂപ്പത്തിയാർ, അഞ്ജലി നായർ പറയുകയാണ്, എനിക്ക് രാഷ്ട്രീയം പ്രത്യേകിച്ച് അറിയൊന്നുമില്ല, എന്നെ ഏൽപ്പിച്ചൊരു ദൗത്യം. രാഷ്ട്രീയം അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്നത്? ഒരു എലക്ഷൻ ഫേസ് ചെയ്യേണ്ട, MLA ഇലക്ഷൻ ഫേസ് ചെയ്യേണ്ട ഒരു കാൻഡിഡേറ്റ് ഒരു വീട്ടിനകത്ത് വോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ പറയാം, എനിക്ക് 2 പെൺകുട്ടികളാണ്, എനിക്ക് രാഷ്ട്രീയം അറിയൊന്നുമില്ല, എന്നെ ഏൽപ്പിച്ച ദൗത്യം ഇതാ. എന്ത് ദൗത്യം? വെറുതെ നാട് നടന്ന് ഇങ്ങനെ നാട്ടുകാരെ കണ്ട് ചിരിച്ച് വോട്ടേണേ 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 എന്ന് പറഞ്ഞിട്ട് പോകണതാണ്. ഇവിടെ ഞാൻ പറഞ്ഞ 2020 LDFൻ്റെ ഒരു തരം ഡീൽ രാഷ്ട്രീയമുണ്ട്. ആ സാധനമാണ് ഇവിടെ എക്സ്പോസ് ആയി പോകുന്നത്. മനസ്സിലായ? അമ്മ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി, അതാണ് ഫിക്സ് ആക്കേണ്ട അവസ്ഥയാണ് തോന്നുന്നു ഇതൊക്കെ. അല്ലാതെ എന്ത് പറയും, ഇവരെന്ത് ഈ പറഞ്ഞിട്ട് പോയത്? ഇനി ഇത് കഴിഞ്ഞിട്ടില്ല. അന്ന് ക്രിക്കറ്റ് കളിക്കുന്ന കുറച്ച് ചെക്കന്മാരെ പോയിട്ട് 34 കണ്ടിട്ടുണ്ട്. അത് കേട്ടോ, അത് ഇതിലും കോമഡിയാ. പുലിമുരുകൻ കണ്ടിട്ടുണ്ടോ? ദൃശ്യം 2 കണ്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടുണ്ടോ? അത് ജീവിതത്തിൽ ചതിക്കൂല, ജീവിതത്തിൽ ചതിക്കൂല. അത് ജിത്തു ജോസഫ് സാറിന്റെ സ്ക്രിപ്റ്റ് ആണ്. ഒരു മിനിറ്റ് ഒപ്പത്തില് ലാലേട്ട അനീത്യ ആ ചങ്ക പുലിമുരുകലെ ലാലേട്ടന്റെ അമ്മയാണ്. ലൈല ഓലയിൽ ലാലേട്ടന്റെ കൂടെ കൊലീഗാണ്, പോലീസുകാരുടെ ഇടയിലുണ്ട്, അവരുടെ കൂട്ടത്തിലുള്ളതാണ്. ഏതിന്റെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് നമുക്ക് സ്വന്തമായിട്ട് എന്നും ഉണ്ടാവും. അല്ല ഇതല്ലെങ്കിൽ വേറെ ഗ്രൗണ്ട് നമ്മൾ ചോദിച്ചാൽ നമുക്ക് എങ്ങനെ ഇരിക്കണ? മോഹൻലാലിൻ്റെ ഒപ്പം അഭിനയിച്ചതാണ്. ഒപ്പത്തിലുണ്ട്, പുലിമുരുകനിലുണ്ട്. എൻ്റെ പൊന്നു ചേച്ചി, ഇങ്ങനെയൊക്കെയാണ് വോട്ട് പിടിക്കേണ്ടത്? ഇതിലും വലിയ കോമഡി ഞാൻ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ കോമഡി കാൻഡിഡേറ്റ്സിനെ ഞാൻ കണ്ടിട്ടില്ല. അതങ്ങനെ കുറേ ഐറ്റം. ഇനി ഇന്നലെ ഞങ്ങളവിടെ മലപ്പുറത്ത് വൈലത്തൂരിൽ LDF സ്ഥാനാർത്ഥീൻ്റെ മറ്റേ ജാഥയ്ക്കിടയിൽ പടക്കം കണ്ടെടുത്ത് കാറിനടിയിലിട്ടിട്ട് ഒരു ക്യുട്ട് കത്തിപ്പോയൊരു സീനൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് എന്താ പറയുക, നാട്ടുകാരോടെ പറയുന്നത് ഇറ്റങ്ങളൊക്കെ കൂട്ടം കൂടി വരുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് കാറൊക്കെ ഓഫാക്കിയിട്ട് കാറിൽ നിന്ന് മാറി നിൽക്കുക. കാരണം വെളിവും ബുദ്ധിയില്ലാത്ത ടീംസാണ്. LDF ആണെങ്കിലും UDF ആണെങ്കിലും BJP ആണെന്നുണ്ടെങ്കിലും പടക്കം വാരി എറിയുക, നാട്ടുകാരെ സ്വൈരമായിട്ട് നമ്മൾ പോണത് തടസ്സപ്പെടുത്തുക, അങ്ങനെയൊക്കെ പല കലാപരിപാടികളും വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പ്രാകൃതമായ രീതിയിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇലക്ഷനെ അപ്രോച്ച് ചെയ്യുന്നത്. ഒരു ന്യൂജൻ മെത്തേഡില്ല. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ തന്നെ ആകെ കുറച്ചൊരു സെൻസിബിളായിട്ടുള്ള സാധനം ചെയ്യുന്നത് ആ ചാണ്ടിയമ്മ മാത്രമേ ഉള്ളൂ. സൈക്കിൾ എടുത്ത് പോണ്, വലിയ ആൾക്കാർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല, പോസ്റ്ററോ സാധനങ്ങളോ വെക്കുന്നില്ല. അതിനുള്ള ബുദ്ധിയെങ്കിലും അയാൾ കാണിക്കുന്നുണ്ട്. അത് കണ്ടിട്ടെങ്കിലും ഏതെങ്കിലും ഒരുത്തം പഠിച്ചിട്ട് നാട്ടുകാരെ നമുക്കൊക്കെ ഒരു സ്വൈരം വേണ്ടേ?
ഇപ്പം ഡിജിറ്റൽ യുഗമാണ്, സോഷ്യൽ മീഡിയ ടൈമാണ്. എന്താണെന്നുണ്ടെങ്കിലും 10 പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു 10,000 2,000 ആക്കി അയച്ചു കഴിഞ്ഞാൽ പാർട്ടിയോ അല്ലെങ്കിൽ വേറെ ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും എത്തും. എന്തായാലും തുറന്നെങ്കിലും നോക്കും നാട്ടുകാർ. ഇത് ഏതെങ്കിലും പോസ്റ്റിലോ പൊത്തിലോ സാധനത്തിലോ ഇത് ഒട്ടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആര് തിരിഞ്ഞു നോക്കാനാണ് ഈ സാധനങ്ങൾ? പൊല്യൂഷൻ വേറെ പറഞ്ഞിട്ട് കാര്യമില്ല, ആരും കേൾക്കൊന്നുമില്ല. എന്താണെങ്കിലും ഒരു കാറ് കത്തിപ്പോയിട്ടുണ്ട്, അതിനിടയിൽ ക്യാപ്സ്യൂൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. കാറ് കത്താൻ കാരണം അതൊന്നുമല്ല, ആ കാറ് സ്പാർക്ക് വന്ന് കത്തിയതാണ്. സ്പാർക്ക് വരാൻ പടക്കട്ടോണ്ടല്ലേ സ്പാർക്ക് വന്നത്. അല്ല ഇനിയിപ്പോൾ ഫോറൻസിക് റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് പറയാം ബാക്കി എന്നുള്ളതുകൊണ്ട് പിന്നെയും ഉണ്ടാതിരുന്നത്. ഇനി അതിനിടയിൽ BJPയുടെ സീല് വെച്ച ഒരു കത്ത് വിവാദമായിട്ടുണ്ട്, അതിലേക്കൊന്ന് പോയി നോക്കാം. CPM ഉന്നയിച്ച ആരോപണം വസ്തുതയാണെന്ന് ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണക്കുറിപ്പ് വരുന്നത്. ആ പിഴവ് ഉണ്ടായിട്ടുണ്ട്, ക്ലറിക്കൽ പിഴവ് ഉണ്ടായിട്ടുണ്ട്, അശ്രദ്ധ കൊണ്ടുണ്ടായ ഒരു പിഴവാണ്. ഇങ്ങനെ BJP സീൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ച സന്ദേശത്തിനൊപ്പം ചേർത്ത കത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ കമ്മീഷൻ വിശദീകരിക്കുന്നത്. 2019 മാർച്ച് 19 തയ്യാറാക്കിയ ഒരു കത്ത്, അത് ക്രിമിനൽ ആന്റിസെഡൻസ് സംബന്ധിച്ച ഒരു കത്താണ്. ആ കത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നേരത്തെ അയച്ചിരുന്നു. അതിൽ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയത്തിൽ BJP ഒരു അപേക്ഷ നൽകിയെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. ആ 2019 ഉത്തരവിൽ ആ കത്തിൽ വിശദീകരണം തേടിക്കൊണ്ടാണ് BJP ഒരു അപേക്ഷ നൽകിയത്. അപേക്ഷയോടൊപ്പം നൽകിയ കത്തിൽ അവരുടെ സീൽ പതിച്ചിരുന്നു, പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ സീൽ പതിച്ചിരുന്നു. ആ കത്ത് അശ്രദ്ധമായി രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ച കൂട്ടത്തിൽ പെട്ടുപോയി എന്നാണ് കമ്മീഷൻ ഇപ്പോൾ വാർത്താക്കുറിപ്പിലൂടെ വിശദീകരിക്കുന്നത്. ഇങ്ങനെ ഒരു ക്ലറിക്കൽ പിഴവാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പിഴവ് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഇത് നിർദ്ദേശം പിൻവലിക്കുകയും ഈ കത്ത് പിൻവലിക്കുകയും ഇത് അറിയിക്കുകയും രാഷ്ട്രീയ പാർട്ടികൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് കമ്മീഷൻ ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഏതായാലും പിഴവ് കമ്മീഷൻ സമ്മതിക്കുകയാണ്. ഇങ്ങനെ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിൽ നൽകിയ അപേക്ഷ, അതിനോടൊപ്പം ചേർത്തിരുന്ന 2019 കത്ത്, അതിൽ BJP അവരുടെ ഓഫീസിന്റെ സീൽ പതിക്കുന്നു. ആ കത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നീട് 2 ദിവസം മുമ്പ് മാർച്ച് 21 രാഷ്ട്രീയ പാർട്ടികൾക്ക്, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത് അയച്ച കൂട്ടത്തിൽ ചേർക്കുന്നു. അങ്ങനെയാണ് ഈ പിഴവ് ഉണ്ടായത് എന്നാണ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. അതെല്ലാം അന്ന് തന്നെ പിൻവലിച്ചതാണെന്നും കമ്മീഷൻ വ്യക്തമാക്കുന്നു. പക്ഷേ ഈ ആരോപണം CPM ആണ് ഉന്നയിച്ചത്. ഇങ്ങനെ ഒരു BJP സീൽ പതിച്ച കത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിൽ നിന്ന് വന്നു, കമ്മീഷനും BJP ഓഫീസും ഒരുപോലെയാണ് പ്രവർത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ CPM ഉന്നയിച്ചിരുന്നു. ദേശീയ തലത്തിൽ തന്നെ അത് ചർച്ചയാക്കിയിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ കമ്മീഷന്റെ വാർത്താക്കുറിപ്പ് വിശദീകരണം പിഴവ് സമ്മതിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ വന്നിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷനെ നോക്കാൻ വേണ്ടി ഇനി വേറൊരു കമ്മീഷനെ വെക്കണോട് സംഗതി. ഈ വിഷയം പുറത്തു വന്നപ്പോൾ തന്നെ കുറേ പേര് ചോദിച്ചിരുന്നു എവിടെ നിന്നാണ് ഈ BJPയുടെ സീല് ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്ത് എത്തിയത്. അതായത് പിഴവ് സംഭവിക്കാനാണെന്നുണ്ടെങ്കിൽ BJPൻ്റെ സീല് മാത്രം വെച്ച് ഇവരെന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ BJPൻ്റെ ലെറ്റർ പാഡ് വെച്ച് ഇവരെന്ത് ചെയ്യുന്നു എന്നുള്ള കുറേ ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ച് കുറേ പേര് വന്നിരുന്നു. എന്താണെങ്കിലും 2019 ഇലക്ഷൻ കമ്മീഷനോട് ചോദ്യങ്ങൾ ചോദിച്ച് BJPന്ന് അയച്ച ഒരു സാധനം, അത് ക്ലറിക്കൽ മിസ്റ്റേക്ക് കാരണം ബാക്കി പാർട്ടിക്കാർക്ക് അയച്ചു കൊടുത്തു 2026 എന്നുള്ളൊരു വിശദീകരണമാണ് വന്നിട്ടുള്ളത്. ഇവിടെ അല്ലെങ്കിൽ 100,000 ചോദ്യങ്ങളും കോൺസ്പിറസീസും ഉണ്ട്, മനസ്സിലായോ? എന്തിൽ കുത്തിയാലും താമരയെ പോകണു എന്നുള്ളൊരു വർത്താനൊക്കെ ഉള്ള സമയത്താണ് ഇമാതിരി ഐറ്റങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഇതൊക്കെ വളരെ എന്താ പറയുക, കൃത്യതയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഇതിനകത്ത് മനഃപൂർവ്വമായ വലിയ അട്ടിമറി നടത്തിയോ ഏതെങ്കിലും ക്ലറിക്കൽ സ്റ്റാഫുകൾ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങൾ അന്വേഷിക്കില്ലെന്നൊന്നും നമുക്കറിയുന്നില്ലടേ. എന്താണെങ്കിലും അങ്ങനത്തെ ഒരു ഐറ്റം ഇതിനിടയിൽ വന്ന് കുറച്ചൊന്ന് ചർച്ചയായി, പിന്നെ അത് വലിയൊരു ചർച്ചയില്ലാതെ പോവുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നിപ്പോൾ നടന്ന കുറച്ചധികം കാര്യങ്ങൾ ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ട്. ഓക്കെ, ഇനി നാളെ നോക്കാം. അപ്പം എന്താണ് ഇലക്ഷൻ ഉള്ളതുകൊണ്ട് രസമാണ്, കുറേ തമാശകൾ കാണാൻ പറ്റും. കുറേ റീല് രാവിലെ വന്നിരുന്ന് നോക്കിയാൽ തന്നെ. മറ്റേത് കുറേ AJP, ആറാട്ടെണ്ണൻ, പിന്നെ കുറേ ക്ലീവേജ് റീൽസ്, ഇതായിരുന്നു. അതിനൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ അഖിൽ മാരാരുടെ ഓട്ടം, റോബിൻ്റെ വാളെടുത്ത് തുള്ളൽ, പിന്നെ കുറച്ച് ആൾക്കാരുടെ പൊട്ടത്തരങ്ങൾ, അങ്ങനത്തെ ഐറ്റങ്ങളായിട്ട് ഇങ്ങനെ രസമായി വരുന്നുണ്ട്. ഇലക്ഷൻ കഴിയുന്നവരെ കോമഡി ആയിരിക്കും. ഇനി നാളെ എന്തൊക്കെ സംഭവിക്കുമോ ആവോ.